നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊപ്പം നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിലെല്ലാം വാദപ്രതിവാദങ്ങൾ ഇന്നും തുടരുകയാണ്. ആ വാർത്തയിലേക്കാണ് ആദ്യം. നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജിക്കായി സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തം. രഞ്ജിത്തിനെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. രഞ്ജിത്തിനെ പുറത്താക്കാൻ വൈകരുതെന്നാണ് CPIയുടെ നിലപാട്. പരാതി നൽകിയാൽ മാത്രം നടപടിയെന്നായിരുന്നു സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. ഏതെങ്കിലും ഒരാൾ ആരെപ്പറ്റിയെങ്കിലും ഒരു ആക്ഷേപം പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റുമോ? അങ്ങനെ കേസെടുത്ത് കേരളത്തിൽ ഏതെങ്കിലും കേസ് നിലനിന്നിട്ടുണ്ടോ? ആർക്കാണോ ആരോപണം, ആർക്കെതിരെയാണോ അവർ പരാതി തരിക. ആ പരാതിന്മേൽ ആവശ്യമായ തീരുമാനം അത് ഉന്നയിച്ചല്ലോ. ഉന്നയിച്ച സ്ഥിതിക്ക് അവർക്ക് പരാതി തരുന്നതിന് ബുദ്ധിമുട്ടില്ല. പരാതി തന്നാൽ അത് നിയമാനുസൃതം സ്വീകരിക്കും. കേരളത്തിലെ ഈ തൊഴിലിടങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾക്കെതിരായി ആക്രമണമോ അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവണതയോ സംഭവിച്ചാൽ സ്ത്രീകളോടൊപ്പമാണ്, ഇരയോടൊപ്പമാണ്. വേട്ടക്കാരനോടൊപ്പം അല്ല. എന്നാൽ മന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ ചലച്ചിത്ര പ്രവർത്തകരടക്കമുള്ളവർ രംഗത്തെത്തി. രഞ്ജിത്തിനെ നീക്കണമെന്നും സർക്കാർ നിലപാടിൽ നിരാശയുണ്ടെന്നും സംവിധായകൻ ആഷിഖ് അബു 24-നോട് പറഞ്ഞു. ഇടതുപക്ഷ മന്ത്രി ഈ രൂപത്തിൽ പ്രതികരിക്കുന്നത് കേട്ടിട്ട് വലിയ നിരാശയും പ്രതിഷേധവുമാണ് തോന്നുന്നത്. CPM-ൽ അത്യാവശ്യത്തിലധികം ആളുകൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. ദയവ് ചെയ്ത് ഇദ്ദേഹത്തെ ഉപദേശിക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആര് എപ്പോ എവിടെ വെച്ചെന്നായിരുന്നല്ലോ ചോദ്യം. അത് ക്ലിയർ ആണല്ലോ. ഈ മുൾമുനയിൽ നിൽക്കുന്ന ആളെ ആ സ്ഥാനത്ത് നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റണം, എന്നിട്ട് അന്വേഷണം നടത്തണം. അവരൊരു ആക്ടിവിസ്റ്റും കൂടെയാണ്. ആ സ്ത്രീ ഒരു മാർക്സിസ്റ്റ് അനുഭാവിയാണ്. അവര് വളരെ വ്യക്തമാണ്. പരാതിയുമായിട്ട് അവർ മുമ്പിൽ വരും. അത് സജി ചെറിയാന്റെ മുമ്പിൽ തന്നെ അവർ വരും. അതിനിടെ പ്രതിഷേധം ശക്തമായതോടെ സജി ചെറിയാൻ തന്റെ നിലപാട് തിരുത്തി. കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പാണെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. നടി ശ്രീലേഖ മിത്രയുടെ ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ല എന്നാണ് സംവിധായകൻ രഞ്ജിത്തിന്റെ നിലപാട്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഒരു ഭാഗത്ത് രഞ്ജിത്തിന്റെ രാജിക്കായി മുറവിളി ഉയരുകയാണ്. അപ്പോഴാണ് സർക്കാരിന്റെ ഈ നിലപാട് അത് കൂടുതൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയാണ്. ഏറ്റവും ഒടുവിലായി സജി ചെറിയാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുമ്പോഴും അതിൽ തെളിഞ്ഞാൽ എന്ന് പറയുകയാണ്. പക്ഷെ അത് തെളിയിക്കാൻ എന്ത് നടപടി സർക്കാർ കൈക്കൊള്ളുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. ഇരകൾക്കൊപ്പമാണ്, വേട്ടക്കാർക്കൊപ്പമല്ല എന്ന് ഒരു ഭാഗത്ത് വിശദീകരണവും. അനുജ, ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ, ഈ വിഷയത്തിലെ വിവാദം തുടങ്ങുന്നത് തന്നെ മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയോടുകൂടിയായിരുന്നു. കാരണം ഇത്ര പ്രമുഖനായ അറിയപ്പെടുന്ന ഒരു സംവിധായകനെതിരെ നടപടി, ഒരു ആരോപണത്തിന്റെ പേരിൽ നടപടി എടുക്കില്ല എന്ന് മന്ത്രി തുറന്നങ്ങ് പറയുകയാണ്. ഈ ഒരു വിഷയത്തോടു കൂടിയാണ് നിലവിൽ മറ്റുള്ളവർ പ്രതികരണവുമായി രംഗത്ത് വന്നു തുടങ്ങിയത്. മന്ത്രി പറയുന്നത് ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയും ഉണ്ടാകില്ല, അതിന് പരാതി കിട്ടണം, അതിൽ കഴമ്പുണ്ടാകണം, അന്വേഷണം നടത്തി കുറ്റക്കാരനെന്ന് കണ്ടെത്തണം, അങ്ങനെയെങ്കിൽ നടപടി ഉണ്ടാകും എന്നാണ് മന്ത്രി പറഞ്ഞത്. അതായത് പൂർണ്ണമായും രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ കൈക്കൊള്ളുന്നു. ഇത് പിന്നീട് പൊട്ടിത്തെറിയിലേക്ക് പോയി. സിനിമാ മേഖലയിൽ നിന്നും മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ തോതിൽ എതിർപ്പ് നേരിടേണ്ടി വന്നു. പ്രതിപക്ഷം ആഞ്ഞടിക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിനിമാ മേഖലയിൽ നിന്നും ആഷിഖ് അബു ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നു. സാന്ദ്ര തോമസ് പ്രസ്താവനയുമായി രംഗത്തെത്തി. ആഷിഖ് അബു കർശന നടപടി വേണം, നിരാശപ്പെടുത്തുന്ന നിലപാടാണ് ഇത് എന്നാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. സാന്ദ്ര തോമസ് ഒരു പടി കൂടി കടന്ന് സജി ചെറിയാൻ രാജിവെക്കണം എന്ന ആവശ്യമുയർത്തുകയും ചെയ്തു. സിനിമാ മേഖലയിൽ നിന്നും ഒട്ടനവധി ആളുകൾ, അൻസിബ ഹസനെ പോലെയുള്ളവർ പറഞ്ഞത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയാണ് സിദ്ദിഖിന്റെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെ തള്ളി, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത്രയും ആളുകൾ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാകുമെന്നാണ് അൻസിബ ഹസനെ പോലെയുള്ളവരും പറയുകയുണ്ടായത്. ഇനി ഇതൊരു സിനിമാ വിഷയം എന്നതിനപ്പുറം മുന്നണിക്കുള്ളിലെ വിഷയം കൂടിയായി, രാഷ്ട്രീയ വിഷയം കൂടിയായി മാറി. കാരണം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയാണ് രഞ്ജിത്ത്. CPI പ്രത്യക്ഷമായി തന്നെ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നു. ആനിരാജ പറഞ്ഞത് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാൻ രഞ്ജിത്ത് അർഹനല്ല എന്നുള്ളതാണ്, രാജിവെച്ചിറങ്ങണം എന്നാണ് അവർ ആവശ്യപ്പെടുകയുണ്ടായത്. മന്ത്രി P. പ്രസാദിന്റെ പ്രതികരണം ഇതിനിടെ വരികയുണ്ടായി. CPIയുടെ നോമിനിയായി ഈ ചലച്ചിത്ര അക്കാദമിയിലുള്ള അരുണിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നു. ഇവരെല്ലാം തന്നെ മന്ത്രിക്കെതിരെയാണ്, രഞ്ജിത്തിനെതിരെയാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത്. മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം ഒട്ടും സമയോചിതമായതല്ലായിരുന്നു എന്നവർ പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ വിഷയത്തിൽ രഞ്ജിത്തിനും മന്ത്രിക്കുമെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് രാജിവെച്ച് പുറത്തുനിന്ന് അന്വേഷണത്തെ നേരിടണം, ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം.
അതേസമയം മറ്റൊരു കാര്യം കൂടി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ശ്രീലേഖ മിത്രയെ അന്ന് സഹായിച്ച ഒരു വൈദികൻ കൂടിയുണ്ട്, മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയാണ് ഫാദർ അഗസ്റ്റിൻ വട്ടോളി. അദ്ദേഹം ഇന്ന് നമ്മളോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് അന്ന് ഈ ശ്രീലേഖ മിത്രയെ കൊണ്ട് താൻ വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നു, പിന്നീട് അത് ഒഴിവായിപ്പോയി. എന്തെങ്കിലും തരത്തിൽ പോലീസ് കേസെടുത്താൽ താൻ സാക്ഷിയാകാനും തയ്യാറെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കടുത്ത സമ്മർദ്ദത്തിൽ രഞ്ജിത്തും സർക്കാരും എത്തിയിരിക്കുന്നു. ഇനി അറിയേണ്ടത് രാജി എപ്പോഴെന്നാണ്. അതെ, ഏതായാലും സർക്കാരിന്റെ നിലപാട്, അതായത് മന്ത്രി വ്യക്തമാക്കുന്നത് ആരോപണം തെളിഞ്ഞാൽ നടപടി ഉണ്ടാകും, ആ തരത്തിലേക്ക് ഇരകൾക്കൊപ്പം തന്നെയാണ് എന്ന നിലപാട് സർക്കാർ വിശദീകരിക്കുമ്പോൾ വലിയ വിമർശനം അതിനെതിരെ ഉയരുന്നുണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സംവിധായകൻ രഞ്ജിത്ത് മാറി നിൽക്കണമെന്ന് നടൻ അനൂപ് ചന്ദ്രൻ. കളങ്കമുണ്ടായാൽ ഏത് സ്ഥാനത്ത് നിന്നും മാറി നിൽക്കാൻ തയ്യാറാകണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും അനൂപ് ചന്ദ്രൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്ന നടപടികളെല്ലാമായിട്ട് മുന്നോട്ട് പോകണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പരാതി എഴുതി നമ്മൾ അതാത് കൺസേൺ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ നിയമപാലകർക്ക് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഒരു പരിമിതിയാണ്. ഇത്തരം ചില സംഭവങ്ങൾ പരസ്യമായി എനിക്കൊരു വേദന ഉണ്ടായി എന്ന് പറഞ്ഞാലും സ്വമേധയാ കൂടെ കേസെടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടെ ഗവൺമെൻറ്റിന് ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഞാനാണ് ആ സ്ഥാനത്തിരിക്കുന്നതെങ്കിൽ നിരുപാധികം ഞാൻ പുറത്തിറങ്ങി നിന്നിട്ട് അന്വേഷണം നടക്കട്ടെ എന്നേ ഞാൻ പറയൂ. രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ നിലപാട് കടുപ്പിച്ച് വനിതാ കമ്മീഷൻ. ആരോപണ വിധേയരെ മാറ്റി നിർത്തണമെന്ന് പി സതീദേവി ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടുമെന്നും പി സതീദേവി വ്യക്തമാക്കി. ആരോപണം ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെടും. ആരോപണം തെളിയുന്ന പക്ഷം അത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആളുകൾ ഉന്നത സ്ഥാനത്തിരിക്കുന്നത് ഒരു തരത്തിലും ഉചിതമല്ല. പരാതിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എന്തോ ഒരു അപമാനം ഈ പരാതിപ്പെടുന്നവർക്ക് സംഭവിക്കുന്നു എന്നുള്ള ധാരണയാണ് മാറ്റേണ്ടുന്നത്. ആർജവത്തോടുകൂടി പരാതിപ്പെടാൻ അപമാനം നേരിട്ടിട്ടുള്ള ആരും മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, നമുക്കറിയാവുന്നതുപോലെ CPI വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് CPIയും സ്വീകരിക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഒട്ടേറെ ഇടതുപക്ഷ സഹയാത്രികരൊക്കെ രഞ്ജിത്തിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ വനിതാ കമ്മീഷന്റെ നിലപാടും ആ തരത്തിലേക്ക് തന്നെയാണ്. എന്താണ് കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കുന്നത്? അനുജ, ഒരു വശത്ത് സാംസ്കാരിക മന്ത്രി അടക്കം സർക്കാരും ചലച്ചിത്ര അക്കാദമി ചെയർമാനെ സംരക്ഷിക്കുന്ന, അതായത് ഈ ആരോപണം നേരിടുന്ന രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. അതിനെതിരായ വിമർശനങ്ങൾ, രാജി ആവശ്യമൊക്കെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. ഇക്കാര്യത്തിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി കമ്മീഷന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, സർക്കാരിനോട് ഈ വെളിപ്പെടുത്തലിന്മേൽ, ഈ ആരോപണത്തിന്മേൽ, അതായത് നടിയുടെ വെളിപ്പെടുത്തലിന്മേൽ റിപ്പോർട്ട് തേടും എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കേസെടുക്കുക, അന്വേഷിക്കുക എന്നത് പരാതിയുടെ ആവശ്യം തന്നെയുമില്ല. ആരോപണം ഉയർന്നാൽ തന്നെ അന്വേഷണത്തിലേക്ക് പോകാം. എത്ര ഉന്നത പദവിയിലിരിക്കുന്ന ആളാണെങ്കിലും അക്കാര്യത്തിൽ നടപടിയിലേക്ക് തന്നെ പോകണം. ആരോപണത്തിന്റെ നിജസ്ഥിതി തെളിയുന്ന പക്ഷമടക്കം പദവിയിൽ നിന്ന് നീക്കേണ്ടതാണ്. പദവിയിൽ അങ്ങനെ വ്യക്തമായ ആരോപണം ഉന്നയിച്ചാൽ പദവിയിൽ തുടരാനുള്ള അർഹത യഥാർത്ഥത്തിൽ ഇല്ല. പക്ഷേ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇക്കാര്യത്തിൽ പറയുന്നതിന്റെ നിജസ്ഥിതി പരിശോധിച്ചതിന് ശേഷം നടപടിയിലേക്ക് പോകണം എന്നതാണ്. ഈ വെളിപ്പെടുത്തൽ അന്വേഷിക്കണം. ഒപ്പം പരാതിപ്പെടുന്നവർക്ക് നിയമപരമായ പിന്തുണ ഉറപ്പാക്കണം. പരാതികൾ നൽകാനുള്ളവർക്ക് ഏതെങ്കിലും നിലയ്ക്ക് അവർക്ക് അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഇല്ല എന്ന തോന്നൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നടപടിയിലേക്കടക്കം പോകണമെന്നതാണ്. കൂടുതൽ ആളുകൾ, അതായത് ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ രഞ്ജിത്തിന്റെ രാജി ആവശ്യം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. അങ്ങനെ ധാർമ്മികമായി അദ്ദേഹത്തിന് ഇത്തരം ഒരു ഗൗരവമുള്ള ആരോപണം വന്ന പശ്ചാത്തലത്തിൽ തുടരാൻ അർഹതയുണ്ടോ എന്നതാണ് ചോദ്യം. മറ്റൊന്ന്, കമ്മീഷൻ എന്നത് ഒരു ജുഡീഷ്യൽ ബോഡി കൂടിയാണ്. കൃത്യമായ നിലപാട് വനിതാ കമ്മീഷൻ കൂടി വ്യക്തമാക്കുന്നു. ഇനി ഈ വിഷയത്തിന്മേൽ തുടർന്ന് സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് കൂടി കാണണം. ഏതായാലും ഈ വിഷയത്തിന്മേൽ അന്വേഷണം നടക്കണം എന്ന നിലപാട് വനിതാ കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നു എന്നതാണ്. ഒപ്പം നടി ഉൾപ്പെടെ വനിതാ കമ്മീഷനെ സമീപിക്കുകയാണെങ്കിൽ ഉചിതമായ പിന്തുണ, എല്ലാ നിലയ്ക്കുമുള്ള പിന്തുണ നൽകും എന്നുകൂടി വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കിയിട്ടുണ്ട്. അനുജ, രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ നിലപാട് കടുപ്പിച്ച ഒരു പ്രതികരണം അതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്ന്. ഈ ആരോപണത്തിൽ അന്വേഷണം വേണം, മാറി നിൽക്കണം ആരോപണ വിധേയൻ എന്നൊരു ആവശ്യമാണ് വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉയർന്നത്. രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതാണ് അക്കാദമിക്ക് നല്ലതെന്ന് ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗം മനോജ് ഖാന പറഞ്ഞു. രഞ്ജിത്ത് തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. നടിയുടെ ആരോപണം ഗൗരവമുള്ളതാണെന്ന് മനോജ് ഖാന പറഞ്ഞു. ആരോപണം വളരെ ഗൗരവപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അത് പരിശോധിക്കണം.
പരിശോധിച്ചിട്ട് അതിൽ കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിൽ നടപടിയെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അത് അവർ തീരുമാനിക്കേണ്ടതാണ്. അത് അല്ല, അത് രഞ്ജിത്താണ് തീരുമാനിക്കേണ്ടത്, നമ്മളല്ല. വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയ അസം സ്വദേശിയായ 13-കാരിയെ കേരള പോലീസിന് കൈമാറി. കുട്ടിയുമായി പോലീസ് സംഘം ഉടൻ കേരളത്തിലേക്ക് തിരിക്കും. തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷമായിരിക്കും കുട്ടിയെ മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. വിശാഖപട്ടണത്ത് നിന്ന് അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഇന്നലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് യാത്ര ഒരല്പം വൈകിയത്. എപ്പോഴാണ് അവർ അവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നത്? അനുജ, ഇന്നലെ ഇതിന്റെ നടപടി, അതായത് കുട്ടിയെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തീകരിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു സാങ്കേതിക തടസ്സമെന്നുള്ളത് അവർക്ക് തിരിച്ചു മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിൻ്റെ ടിക്കറ്റ് കൺഫേം ആയിരുന്നില്ല. അത് നിലവിലിപ്പോൾ ആ നടപടി, അതായത് ആ ട്രെയിനിൻ്റെ ടിക്കറ്റ് അവർക്ക് ലഭിച്ചു. ഇപ്പോൾ നിലവിലിപ്പോൾ ഏകദേശം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് 11 മണിയോടെ CWC ഈ കുട്ടിയെ കേരള പോലീസിന് കൈമാറി. കേരള പോലീസ് ഇപ്പോൾ കുട്ടിയുമായി വിജയവാഡയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് വിശാഖപട്ടണം 6 മണിക്കൂറുണ്ട് വിജയവാഡയിലേക്ക്. അതിനുശേഷം റോഡ് മാർഗം വിജയവാഡയിലെത്തി വിജയവാഡയിൽ നിന്നായിരിക്കും അവർ ട്രെയിൻ മാർഗം തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുക. ഇന്ന് രാത്രി 10:30 പുറപ്പെടുന്ന കേരള എക്സ്പ്രസ്സിനായിരിക്കും തിരുവനന്തപുരത്തേക്ക് പോവുക. നാളെ രാത്രിയോടെയായിരിക്കും ഈ കുട്ടിയും ഉൾപ്പെടെയുള്ള സംഘം, പോലീസ് സംഘം തിരുവനന്തപുരത്ത് എത്തിച്ചേരുക. ഇനി കേരളത്തിലെത്തിയ ശേഷമായിരിക്കും ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാവുക എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യം കോടതിയിൽ ഹാജരാക്കും. കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും പോലീസിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവുക. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് പോവുക കോടതിയുടെ നിർദ്ദേശമനുസരിച്ചായിരിക്കും. കുട്ടിയെ മാതാപിതാക്കൾക്ക് ഒപ്പം അയക്കുമോ എന്ന് നമ്മൾ പോലീസിനോട് ചോദിച്ചിരുന്നു. അതിലും ഒരു തീരുമാനമെടുക്കുക. കോടതി എന്താണോ അതിലൊരു നിലപാടെടുക്കുക, അതിനുശേഷമായിരിക്കും അത്തരം നടപടികളിലേക്ക് കടക്കുക എന്നതാണ് നിലവിലിപ്പോൾ എന്തായാലും പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതിൽ വ്യക്തത വരേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് കുട്ടി എന്ത് കാരണത്താലാണ് വീട്ടിൽ നിന്നിറങ്ങി ഈ അസ്സാമിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ മാതാപിതാക്കൾ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തുമെന്ന് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ്. അത്തരം അന്വേഷണത്തിലേക്ക് എന്തായാലും പോലീസ് കടക്കും. പക്ഷേ തിരുവനന്തപുരത്ത് എത്തിച്ചതിന് ശേഷം ആദ്യം ഉള്ള നടപടി എന്നുള്ളത് കോടതിയിൽ ഹാജരാക്കുക. കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും, നിർദ്ദേശമനുസരിച്ചായിരിക്കും പിന്നീടുള്ള മൊഴി രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് എന്തായാലും പോലീസ് കടക്കും. എന്തായാലും അതിൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നിലവിൽ ഈ ഘട്ടത്തിലും പോലീസ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ കുട്ടിയുമായിട്ടുള്ള പോലീസ് സംഘം വിജയവാഡയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. രാത്രിയോടെ കേരളത്തിലേക്ക് പോലീസ് സംഘം വിജയവാഡയിലേക്ക് പുറപ്പെട്ടു. അവർ നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ. ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് ഒരു പ്രതിഷേധത്തിന്റെ വാർത്ത വരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിലാണ് കോഴിക്കോട്ട് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ പങ്കെടുത്തുകൊണ്ട് നേരത്തെ ഷാഫി പറമ്പിൽ പറഞ്ഞത് പിണറായിയുടെ പോലീസ് കാവൽ നായ്ക്കളായി മാറുന്നു എന്നുള്ളതാണ്. മുസ്ലിം നാമധാരിയായതിന്റെ പേരിൽ മാത്രം നീചമായി കാഫറിന് മുൻപ് തന്നെ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് CPM ജില്ലാ കമ്മിറ്റി കൊടും കുറ്റവാളികളുടേതായി മാറി തുടങ്ങിയ പ്രതികരണങ്ങൾ പറയുന്നുണ്ട്. പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു എന്നുള്ളതാണ്. റിബേഷ് രാമകൃഷ്ണനെ ജോലിയിൽ നിന്ന് പുറത്താക്കണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അവർ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിലുള്ള തങ്ങളുടെ സമരം തുടരും. കാഫിർ വിഷയത്തിൽ നീതി കിട്ടുന്നതുവരെ എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. പോലീസിന്റെ ഇത് ഗതികേടാണ്, നാട്ടിലെ വർഗീയവാദികൾക്ക് കാവൽ നിൽക്കേണ്ട ഗതികേടാണ് എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. ഈ മാർച്ചിൽ ഇപ്പോൾ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്. ഇതിൽ പ്രതിഷേധക്കാരും കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത്. കോഴിക്കോട്ട് പ്രതിഷേധം മാർച്ച്, അതിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഈ വിഷയത്തിലുള്ള തങ്ങളുടെ സമരം തുടരുമെന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. ഇതിൽ നീതി കിട്ടുന്നതുവരെ സമരം തുടരും. പോലീസിൻ്റേത് ഗതികേടിന്റെ നിലപാട് പുറത്തു വരുന്നു എന്നാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാഫിറിന് മുൻപ് തന്നെ നീചമായുള്ള പ്രചാരണം
തനിക്കെതിരെ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ആരോപണം ഷാഫി പറമ്പിൽ മുന്നോട്ട് വയ്ക്കുന്നു. കോഴിക്കോട് CPIM ജില്ലാ കമ്മിറ്റിക്കെതിരെയും നിലവിൽ ആരോപണമുണ്ട്. വാർത്താമഴ അവസാനിക്കുകയാണ്.